ഫയാസ്. അപ്പോൾ ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്ന പുതിയ ഗെയിം നമ്മൾ ഒരുപാട് പേര് കളിച്ചിട്ടുള്ളത് തന്നെയായിരിക്കാം. പക്ഷേ നമുക്ക് ഇന്ന് അൺലിമിറ്റഡ് ആയിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാൻ പോവാണ്. അതായത് അത്യാവശ്യം ഞാൻ ഇത് കുറേ നാളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എവിടെ നിന്ന് എങ്ങനെ ഓങ്ങിയടിച്ചാൽ എവിടെയൊക്കെ കൊള്ളുമെന്ന് എനിക്കറിയാവുന്നത് ഇവന്മാർക്കറിയത്തില്ലല്ലോ. അതായത് എങ്ങനെ ഇവന്മാരെ തോൽപ്പിക്കുമെന്ന് ചുരുക്കം. അപ്പോൾ തുടങ്ങിയേക്കാം. ലോഡായി വിട്ടിട്ട് ഇതിനു മുമ്പ് കളിച്ചിട്ടുള്ള അക്കൗണ്ട് ബാക്കപ്പായി വരുവാണെങ്കിൽ ഞാൻ ഒന്ന് ഡിലീറ്റ് ആക്കും കേട്ടോ എൻ്റെ അത്. കാരണം നമുക്ക് പുതിയതായിട്ട് തുടങ്ങുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ഐശ്വര്യം. സോ ബിഗിനിങ് ഈസ് ദ ഫേവറേറ്റ്. എനിക്ക് എന്തും ചെയ്താലും ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ്, അതായത് ഒരു പെർഫെക്ഷനോടെ ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത്. അതായത് എൻ്റെ ഓൾറെഡി ഞാൻ ഒരുപാട് കളിച്ചിട്ട് അത്യാവശ്യം ഒരുപാട് കളിച്ചിട്ട് വലുതായിട്ടൊന്നുമില്ല, ഒരു ലെവൽ വരെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഡിലീറ്റ് ആകുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ എൻ്റെ യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് ഞാൻ കാര്യമാക്കുന്നില്ല. കാരണം ഇതിലും നല്ലതായിട്ട് ഇനിയും കളിക്കാൻ പറ്റും, ഇതിലും ബെറ്ററായിട്ട് ഇനിയും ജയിക്കാൻ പറ്റും. സോ ഇത് ലോഡായി വരുന്ന ഇത്തിരി താമസം എടുക്കുന്നത് പോലെ തോന്നുന്നു. ഓ, ഇവിടെ MP ഡൗൺലോഡ് ആയിട്ടിരിക്കുകയാണല്ലേ. ആവട്ടെ, വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഇവിടെയൊക്കെ നെറ്റിന് ഇത്തിരി സ്ലോ ഒക്കെ ഉണ്ട്. മഴയൊക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കാം മേ ബി. ഐ തിങ്ക് വീഡിയോ പോസ് ചെയ്യണം എന്ന് തോന്നുന്നു. ഇത് അല്ലെങ്കിൽ ലാഗ് അടിക്കും, അതുകൊണ്ട് പോസ്. അപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് ഏതെങ്കിലും ഗെയിം ഞാൻ കളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ഇടാം. ഞാൻ കളിച്ച് നോക്കുന്നതാണ്. എനിക്ക് പറ്റുമെങ്കിൽ, അതായത് എൻ്റെ ടേസ്റ്റിന് ഒത്ത ഗെയിമാണ് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് അതിൻ്റെ കണ്ടിന്യൂസ് വീഡിയോസ് ഞാൻ ഇടുന്നതാണ്. അതല്ല എൻ്റെ ടേസ്റ്റിന് ഒത്തതല്ലെങ്കിൽ ആ ഗെയിം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ബാക്കി അങ്ങോട്ട് നമുക്ക് നോക്കാം. എന്തായാലും ചെറിയ രീതിയിൽ സ്പീഡൊക്കെ ആയി വരുന്നുണ്ട്. 6 MB വരെ ആയിട്ടുണ്ട്. ബാക്കി കൂടി ആവട്ടെ. ഞാനാ നിന്റെ കാത്തു, നിന്റെ അപ്പൻ. പ്രാർത്ഥന മൊത്തം അതൊന്നുമല്ല ഗായ്സ്. ഞാനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടിലെ വൈഫൈയിലാണ്. അപ്പം കറണ്ട് വല്ലതും പോയി കഴിഞ്ഞാൽ ഈ എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ വെറും പാഴാവും. നല്ല കറണ്ട് പോയിച്ചിട്ടുണ്ട്. കാരണം മഴക്കാലം ആയതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒന്നെങ്കിൽ മഴ ഒന്ന് വീഴും, അല്ലെങ്കിൽ എന്തെങ്കിലും പവർ കട്ട്, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ കൂടെ കറണ്ട് പോകുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ വൈഫൈ വല്ലതും പോയാൽ ഈ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒക്കെ ചുമ്മാതെ ആവുന്നതാണ്. പിന്നെ നമുക്ക് ആ ഇൻട്രസ്റ്റ് പോകും. കാരണം നമ്മൾ അത്രയും ഇൻട്രസ്റ്റോടെ അത്രയും മുഴുകിയിരുന്ന് ചെയ്യുമ്പോൾ ആ ഒരു ഇത് നമ്മുടെ കോൺഫിഡൻസ് കളഞ്ഞ് കുളിക്കുന്ന തുല്യമാണ് ആ ഒരു കറണ്ട് പോയിച്ചത്. 100% ഗൈസ് നമ്മുടെ ഡൗൺലോഡ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. എന്നാലും ചെറിയ ലാഗ്. ഞാൻ പറഞ്ഞത് കണക്ക് തന്നെ എൻ്റെ ഓൾഡ് അക്കൗണ്ട് എൻ്റെ സൗണ്ട് ഒന്ന് കുറയ്ക്കട്ടെ. അപ്പോൾ പറഞ്ഞ കണക്ക് തന്നെ എൻ്റെ ഓൾഡ് അക്കൗണ്ട് റിക്കവറായി വന്നിട്ടുണ്ട്. സോ വേദനയാണെങ്കിലും ഞാൻ എൻ്റെത് ഡിലീറ്റ് ആക്കാൻ പോവുകയാണ്. അത് നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ. ഇത് എങ്ങനെയാണ് ഡിലീറ്റ്? ഓക്കെ, ഓർമ്മ. ഡിലീറ്റ് മൈ അക്കൗണ്ട്. കൗണ്ട് ഡൗൺ. ഡിലീറ്റ്.
എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഗെയിം ഒന്ന് ലോഡാക്കാൻ, അതായത് എൻ്റെ അക്കൗണ്ട് ലോഡാക്കി എടുക്കാൻ എനിക്ക് ഇത്രയും സമയം എടുത്തതെന്ന് തോന്നുന്നു. ഓക്കേ ഓക്കേ. അയ്യോ ഗൈസ്, പണിപ്പാളിയോ. അപ്പോൾ ഗൈസ്, നമുക്ക് ഒന്നും കൂടി കയറേണ്ടതായി വരുന്ന ഗെയിമിൽ, കാരണം നമ്മുടെ അക്കൗണ്ട് ഡിലീറ്റ് ആക്കിയതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും കൂടി കയറാനായിട്ട് അവരൊരു നോട്ടീസ് തന്നു. അതുകൊണ്ട് ഭാഗമായിട്ട് വീണ്ടും കയറിയിട്ടുണ്ട്. ഇത്തവണ ഡൗൺലോഡിൻ്റെ ആവശ്യം വരില്ല എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരുപാട് കളിച്ചതായിരുന്നു അക്കൗണ്ട്. ഇതും വീണ്ടും ലോഡാവാൻ സമയം എടുക്കുമോ എന്തോ. പെർഫെക്റ്റ്. ഓക്കെ മച്ചാൻ, അത് പോരെ കളിയാ. നമ്മുടെ ഗെയിമൊക്കെ ലോഡായി വന്നിട്ടുണ്ട്. ഓരോരോ ഗൈഡ് ലൈൻസ് തന്നുകൊണ്ടിരിക്കുവാണ്. ഓ, ഇത് ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണല്ലേ. മിസ്സായിപ്പോയി ഗായ്സ്. അമ്പ് മാറ്റാം. ക്ലെയിം. അപ്പോൾ ഇത് കളിച്ചാൽ നമുക്ക് 10 സ്റ്റാർ കിട്ടും, 25 ഗോൾഡ് കിട്ടും, പിന്നെ ഒരു 250. അതിൻ്റെ പേര് മാത്രം എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. നമുക്ക് ഈ 3 അമ്പും വില്ലുമാണ് ഉള്ളത്. ആരോസ് അങ്ങനെ എന്തോ അല്ലേ പറയുന്നത്. ഓക്കെ ഓക്കെ പെർഫെക്റ്റ്. ഓക്കെ, ബാക്ക്. അപ്പോൾ ഈ താഴെ കാണുന്നതൊക്കെയാണ് നമ്മുടെ കൈവശം നിലവിലുള്ള. എനിക്ക് എൻ്റെ പേര് നടിക്കട്ടെ ഗൈസ്. ഞാൻ പറഞ്ഞു എൻ്റെ പേര് അജ്മിനാണ്, പക്ഷെ എൻ്റെ അയൺമാൻ ഫാൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അസിസ്റ്റൻ്റിൻ്റെ പേരാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ജാർവിസ്. അപ്പോൾ നമ്മുടെ ഒപ്പോയിൻമെൻ്റായിട്ട് അല്ല എതിരായിട്ട് ആര് കിട്ടും നോക്കാം. ഇവനല്ല, പേരും ഇത്തിരി നല്ല പേരൊക്കെ ഇട്ടൂടെ. വായിക്കുന്ന എങ്ങനെയാടാ ഇതൊക്കെ? എനിക്ക് തോന്നുന്നു സാധനമില്ല, ഭാഗ്യം. തലയ്ക്ക് തന്നെ കൊണ്ടുവച്ച് അമ്പസ്. നീളൊന്നും ഞാൻ ഇരിക്കുന്നതെന്ന് അവൻ്റെ വിചാരം. ഒന്ന് പോടെ. അത്യാവശ്യം നല്ല ഇതിൽ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ താഴോട്ട് എന്തുവാ ഇവന് വയ്യേ. അത് തീയിട്ട് കൊടുക്കാം. അത് ഷീൽഡിലായിപ്പോയി. ഒന്നേ കാലല്ലെങ്കിൽ തലയിൽ കൊണ്ടാലും മറ്റേ തീ പിടിക്കത്തുള്ളൂ. പിന്നെ ചിലവന്മാരുടെ ഒരു ഷോ ഓഫ് ഉണ്ട്, അത് കാണുമ്പോഴാണ് നമുക്ക് ഇറിറ്റേറ്റ് ആവുന്നത്. അല്ല, ഇത് തന്നെ ചെയ്താൽ മതി, തീ മതി. അതും കൊണ്ടില്ലേ
എൻ്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ കിട്ടിയില്ല. അല്ല, ഉണ്ടോ? ഈ അവനെ കളിയാക്കി ഞാൻ ചെയ്യുന്നില്ലല്ലോ. ഇനി ഇവനെ വിട്ടാൽ ശരിയാകത്തില്ല. ഇവനത് കൊന്നുകളയാം. കരയായുധം. ഇനി ഈ സാധാരണ കാര്യം ഇവന് ആവശ്യമുള്ളൂ. സാധാരണ വിട്രി. ഞാനിങ്ങനെ ഓരോ വാക്കൊക്കെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കും. കാര്യാക്കണ്ട. വിറ്ററി ഒപ്പം കലോ. നമുക്ക് ഓരോ ആരോസും അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഓരോ സാധനങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കും ഇവര്. അപ്പോൾ ഇത് കാറ്റസിൻ്റെ ആയിട്ടുണ്ട്. അപ്പോൾ കാറ്റസ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. പിന്നെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ കൊടിക്കൊക്കെ ഓരോ നിറങ്ങൾ തരും. അടുത്തത് എനിക്ക് ഇപ്പുറത്ത് തന്നാൽ മതി എന്ന് ഒരു വാക്ക് ആ ഒരു സൈഡാണ്. തന്നില്ല. ഇവൻ ഏതൊക്കെ എടുത്താലും ഇവൻ ആവുന്നത്. പിന്നെന്തിനാ ഇവന്റെ വിചാരം ആ വണ്ടൊക്കെ എൻ്റെ ടീമാണെന്ന് തോന്നുന്നു. ഇവന്റെ പറച്ചിലും രൂപമൊക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ചുമ്മാ അതിനായിട്ട് അടിച്ചോണ്ടിരിക്കും. അപ്ഗ്രേഡ് ചെയ്തതിന്റെ അവന്റെ ഷീൽഡ് എല്ലാം അടേ എന്നെ ചാവടാ. കേട്ടില്ല. അതിന്റെ മുമ്പേ ചാത്ത്. എൻ്റെ ഒരു ആയുസ് പോലും കുറഞ്ഞു. ഹലോ ഗായ്സ്, ഇവിടെ എന്തൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊന്ന് നോക്കാം. കിട്ടിയിട്ടുണ്ട്. തൊപ്പി മാത്രം തലക്കേടില്ല. തൊപ്പി അങ്ങ് തൊപ്പി. കൂടെ ഇതിനെ നമുക്ക് ആവശ്യമില്ലാത്തതിന് എല്ലാത്തിനും നമുക്ക് ചുമ്മാ പൈസ കിട്ടിക്കൊണ്ടിരിക്കും. ഒരു കാര്യമില്ല.
നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കാൻ മറന്നുപോയി. ഇവൻ എനിക്ക് അപ്പുറത്ത് വെച്ചായിരുന്നു. പിന്നെ നമുക്ക് ഇപ്പോഴത്തേക്ക് ഇവനെങ്ങനെ എന്നെ കൊന്നിട്ട് അല്ലെ ഒരു പഴുക്കേൽപ്പിച്ചാൽ മതി. എന്നെ ഒരു പഴുക്കേൽപ്പിച്ചിട്ട് നീ ചത്തോ. ആടാ ഞാൻ താഴെ നിൽക്കുന്നത്. എൻ്റെ എന്തുവടേ കാക്കയെ തട്ടല്ലേ. ഷീൽഡിലാ കൊള്ളുന്നത്. എനിക്കൊന്നും വഴിയില്ല. തിരിച്ചിട്ട് നോക്കാം. കൊള്ളാം. കാലിട അതിനെത്തി. സാധാ അമ്പൊങ്കിട്ട് എടുത്തോണ്ടോ കഴിക്കുന്നു. കുറച്ചിട്ട് മേലോട്ട് വേണമല്ലോ. അവനെ തീ ഇട്ടിട്ടേ ഞാൻ ചാവത്തുള്ളൂ. നല്ലവൻ. അങ്ങനെങ്ങനെ എന്നെ കൊണ്ടല്ലോ. ചത്തോ ടാറ്റാ. എന്നെ ഒരുത്തൻ തോപ്പിക്കടാ. എന്നെ ഒരുത്തൻ തോപ്പിച്ചാൽ മതി. ആരും എന്നെ തൊടുന്നത് പോലുമില്ല. എന്താണോ പരസ്യമാണോ? ആണ്. ഭാഗ്യം. ഇവന് വയ്യടാ. ഇവനെ അടിച്ചപ്പോ എനിക്ക് ഹായ് ആയിരുന്നു. കൊള്ളും. ഞാൻ പറഞ്ഞല്ലോ കൊള്ളുമെന്ന്. ഒരുത്തനെ ബിഗിനിങ് ഈസ് പെർഫെക്റ്റ്.
ഓക്കെ, നമ്മുടെ പണി തുടങ്ങിയിട്ടുണ്ട്. കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടുന്ന ഓരോ വഴികൾ. ഈ റൗണ്ട് മാത്രമാണ് എനിക്ക് ഇത്തിരി ടഫായിട്ട് തോന്നിയിട്ടുള്ളത് കളിച്ചതിൽ വെച്ച്. ഒന്നും അറിയത്തില്ല ഞാൻ ജയിക്കുമോ തോക്കോ, ഒരു വക എനിക്കറിയില്ല ഈ ഒരു റൗണ്ടിന് മാത്രം. ഓക്കെ, ഞാനിത് മുടിച്ചത്. ഓക്കെ, ഇനി കളിക്കാം. ഇനി കുഴപ്പമില്ല, ആ സാധനം തട്ടുക പേടി വേണ്ട. മാനത്ത് അവൻ്റെ മറ്റവൻ ഇരിക്കുന്നത്. തീ ഇനി തലയിലിടാം. ഒന്നെങ്കിൽ ആശ എന്നിട്ട് തലയിൽ കളരിക്ക് പുറത്തെന്ന് പറയുന്നത് നമുക്ക് എന്തായാലും അവനെയാണ് കത്രയ്ക്കെന്ന് ഞാൻ കാരണം തലയുടെ അടുത്തെങ്കിലും ഞാൻ ചെല്ലുന്നുണ്ട്, അപ്പം അതുപോലും ചെയ്യുന്നില്ല. കണ്ടില്ല എത്ര പൊക്കത്തൂടി ആവുമ്പോൾ ചെയ്യുന്നതെന്ന്. ഞാൻ ചുമ്മാ അമ്പ് കളയാന്ന് തോന്നുന്നു കേട്ടോ. അവൻ ഇത് ശരിയാക്കും ഉറപ്പാണ്, കാരണം ഉന്നം വെച്ച് ഓൾമോസ്റ്റ്. പക്ഷേ അവനെ കൊന്നു കളയും. ഷെയ്ഡിലെങ്കിലും പോയാൽ മതിയായിരുന്നു. കാലെങ്കിൽ കാലി എന്താ ആരോ കണ്ണ് വെച്ച കണക്ക്. അയ്യോ, ഇനി ഈ പണിയാണ്.
എനിക്ക് പണിയായി ഗായ്സ്. ചിരി പത്ത് പക്ഷെ അവനെ ഒന്ന് കളയാനല്ലോ. പറയാലോ ഇവൻ നല്ലതായിട്ട് കളിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഇത്ര ഡാമേജിങ്ങിന് തന്നിട്ടാണ് ഇവൻ പോയത്. വിന്നർ. അപ്പൊ ഗായ്സ് അടുത്ത വീഡിയോയിൽ അടുത്ത ലെവൽ